ഇന്ത്യക്ക് വേണ്ടിയിട്ട് അതിശക്തമായിട്ട് വിദേശത്ത് പോയി സംസാരിക്കുന്ന ഒരാൾ ശശി തരൂരാണ്, മറ്റൊരാൾ സൽമാൻ ഖുർഷീദാണ്. പിന്നെ കോൺഗ്രസ്സുകാർ മാത്രമല്ല, മറ്റ് പാർട്ടികളുടെ പ്രതികളും പോയിട്ടുണ്ട്. നമ്മുടെ ഹൈദരാബാദിലെ മജ്ലിസിൻ്റെ നേതാവ് അസദുദ്ദീൻ ഒവൈസി പാകിസ്ഥാനെ നിശ്ചിതമായി വിമർശിക്കുകയും പാകിസ്ഥാന് പറ്റിയ വിഡിതങ്ങൾ അവർ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നടത്തുന്ന ഈ അനഭിലഷണീയമായിട്ടുള്ള പ്രചരണത്തെയൊക്കെ പൊളിച്ചടുക്കുന്ന കാഴ്ച നമ്മളൊക്കെ ടി വിയിൽ കണ്ടു കഴിഞ്ഞു. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ബോധ്യമായിട്ടില്ല, ഖാർഗെക്ക് ബോധ്യമായിട്ടില്ല. രാഹുലിന് ബോധ്യമാകാത്തതുകൊണ്ടാണ് ഖാർഗെക്ക് ബോധ്യമാകുന്നത്. കാരണം തമ്പുരാൻ പറഞ്ഞതിന് എതിര് പറഞ്ഞാൽ പുള്ളിയുടെ പണി പോകും. അവിടെ കുടുംബവാഴ്ചയാണ്. കൊട്ടാരത്തിൽ ചെന്ന് മുഖം കാണിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നത് ആവർത്തിക്കുന്ന പണിയേ ഉള്ളൂ ഖാർഗെക്ക്. പക്ഷേ ഈ പാർട്ടിയുടെ പേര് അധികം വൈകാതെ ആളുകൾ പാകിസ്ഥാൻ നാഷണൽ കോൺഗ്രസ് ആക്കും. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരിനുള്ള അർഹത അവർ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. അവർക്കിപ്പോഴും പാകിസ്ഥാനോട് താല്പര്യം. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിക്ക് ഇല്ലാത്ത അവകാശവാദമാണ്, പാകിസ്ഥാൻ മുസ്ലിം ലീഗിന് ഇല്ലാത്ത അവകാശവാദമാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ നേതാക്കന്മാർ ആ പേര് ഉപയോഗിക്കാനുള്ള അർഹത പോലും അവർ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ട് അവർ ഈ ആവർത്തിച്ച് പറയുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയുണ്ട് ഇവരെക്കുറിച്ചൊക്കെ. അതുകൊണ്ടാണ് ഇവർ ഇത്ര കൊല്ലമായിട്ട് പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കുന്നത്. ഇനിയും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ടി വരും എന്ന് അവർ ഓരോ പ്രവൃത്തി കൊണ്ട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, കോൺഗ്രസ്സുകാരെ കാണുമ്പോൾ ആളുകൾ കല്ലെടുത്തെറിയുന്ന കാലം അധികം വിദൂരമല്ല. രാഹുൽ ഗാന്ധിക്ക് വിവരമില്ല, ബുദ്ധിയില്ല എന്ന് പണ്ടേ ബുദ്ധിയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയെങ്കിലും ആരെങ്കിലും അദ്ദേഹത്തെ ആ സ്ഥാനത്തുനിന്ന് മാറ്റി വേറെ ആരെങ്കിലും കയറ്റി ഇരുത്തിയില്ലെങ്കിൽ ഈ പാർട്ടിയുടെ കാര്യം വലിയ കഷ്ടത്തിലാവും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പടച്ചവൻ രക്ഷിക്കട്ടെ, അല്ലെങ്കിൽ പാർട്ടിയുടെ പേര് പാകിസ്ഥാൻ നാഷണൽ കോൺഗ്രസ് ബ്രാക്കറ്റിൽ രാഹുൽ എന്നാക്കേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.